ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എക്സ് ക്രോസിനെ പറ്റിയാണ്. അതായത് എക്സ്റ്റെൻഡഡ് ക്രോസ്. നമ്മൾ ക്രോസ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ഒന്നോ രണ്ടോ മൂവ്സ് കൂടുതൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു F12 പെയറും കൂടി ക്രോസിൻ്റെ ഒപ്പം ചെയ്യാം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്രോസിന് ശേഷം ആദ്യം F12 പെയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 2-3 മൂവ്സ് കൂടുതൽ എക്സ്ട്രാ ചെയ്താൽ മതി. സോ ചില കേസിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. അത് എങ്ങനെയൊക്കെയാണെന്നാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്രോസ് എഫിഷ്യൻ്റ് ആയിട്ട്, അതായത് ഒരു 8 അതിൽ താഴെ മൂവ്സിൽ സോൾവ് ചെയ്യാൻ അറിയില്ലെങ്കിൽ അതിന് വീഡിയോ ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചാനലൊന്ന് കയറി നോക്കുക. ഇതൊരു കംപ്ലീറ്റ് മലയാളം ക്യൂബിംഗ് ചാനലാണ്. റുബിക്സ് ക്യൂബിൻ്റെ ബേസിക്സ് തൊട്ട് അഡ്വാൻസ് വരെയുള്ള ട്യൂട്ടോറിയൽസ് അവൈലബിൾ ആണ്. കണ്ടിഷ്ടമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പരിചയത്തിൽ ക്യൂബിംഗ് ഒക്കെ ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ഓരോരോ എക്സാമ്പിൾ സോൾവ്സ് വെച്ച് ചെയ്യാം. ഇവിടെ സ്ക്രാമ്പിൾ ചെയ്തിട്ടുള്ളത് ഗ്രീൻ ഫ്രണ്ടും വൈറ്റ് ടോപ്പും വെച്ചാണ് സ്ക്രാമ്പിൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കും ഒരുമിച്ച് ചെയ്യാവുന്നതാണ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്ക്രാമ്പിൾ. സോ നമുക്ക് എക്സ് ക്രോസ് ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് ഇത്. നമ്മുടെ വൈറ്റ് എഡ്ജ് പീസിനോട് ചേർന്ന് തന്നെ അതിൻ്റെ കറക്റ്റായിട്ടുള്ള കോർണർ പീസ് വന്നിട്ടുണ്ടാവും. സോ നമ്മൾ ഈ ഒരു കോർണർ പീസിനെയും എഡ്ജ് പീസിനെയും ഒരുമിച്ച് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റ് ലൊക്കേഷനിൽ എത്തുമല്ലോ. അപ്പോൾ നമ്മൾ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പൊസിഷനിൽ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഈ ക്രോസും ചെയ്ത് കാണിക്കാം. ഫസ്റ്റ് ഇവിടെ നമ്മൾ റെഡിനെ ഇൻസേർട്ട് ചെയ്ത് നേരെ ഓപ്പോസിറ്റ് കൊണ്ടുവയ്ക്കുന്നു. എന്നിട്ട് ഈ ഓറഞ്ചിനെ ഇൻസേർട്ട് ചെയ്ത് ഒപ്പം തന്നെ ബ്ലൂവിനെ ഇൻസേർട്ട് ചെയ്യാം. ദെൻ ലാസ്റ്റ് ഗ്രീനിനെ ഇൻസേർട്ട് ചെയ്ത് D2 ചെയ്ത് ഞാൻ കറക്റ്റ് ലൊക്കേഷനിൽ എത്തും. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ അഡ്വാൻസ് ക്രോസ് നിങ്ങൾ വീഡിയോ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല. അത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. കാരണം ഏറ്റവും കുറവ് മൂവ്സിൽ ക്രോസ് ചെയ്യുന്നതിനെ പറ്റിയാണ് ആ വീഡിയോ ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് ക്രോസ് ചെയ്ത് നോക്കാം. അപ്പോൾ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഈ കോർണർ പീസ് കറക്റ്റ് ലൊക്കേഷനിൽ എത്തും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ ക്രോസ് ഫിനിഷ് ചെയ്യുന്നതിന് മുന്നേ ലാസ്റ്റ് D2 ചെയ്തില്ലേ, ആ D2 ചെയ്യുന്നതിന് മുന്നേ ഇതിൻ്റെ കറക്റ്റ് പ്ലേസിൽ ഇവിടെയാണല്ലോ ആ എഡ്ജ് പീസ് വരേണ്ടത്. ആ എഡ്ജ് പീസിനെ അവിടെ കൊണ്ടുവന്ന് വെക്കണം. ഇവിടെയാണ് അതുള്ളത്. സോ ഇതിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് വെക്കണം. ദെൻ D2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു എക്സ് ക്രോസ് കിട്ടും. ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ നമുക്കൊന്നുകൂടെ നോക്കാം. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ഈ റെഡിനെയാണ് ഇൻസേർട്ട് ചെയ്യുന്നത്. സോ റെഡിനെ ബോട്ടം ലെയറിലേക്ക് എത്തിക്കുമ്പോൾ അതിൻ്റെ എഡ്ജ് പീസിന് ഒരു വ്യത്യാസം വരുന്നില്ല. ഇനി റെഡിനെ ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ ഈ എഡ്ജ് പീസ് ഇവിടെ എത്തും. ദെൻ ഇതിനെ രണ്ടിനെയും ഇൻസേർട്ട് ചെയ്യുമ്പോൾ അത് ഇവിടെ തന്നെ ഉണ്ടാവും. ദെൻ അവസാനം ഈ ഗ്രീൻ ഇവിടെ എത്തിയിട്ടുണ്ടാവും. അതിനെ ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ എഡ്ജ് പീസ് നേരെ ഇവിടെ എത്തിയിട്ടുണ്ടാവും. സോ ഇവിടെയുള്ള പീസിനെ നമുക്ക് ഇങ്ങോട്ട് എത്തിക്കണം. സോ നമുക്ക് ചെയ്യാം. ഇവിടെ എത്തി പറഞ്ഞു. ദെൻ ക്രോസ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഇതിനെ ഇങ്ങോട്ട് ഇൻസേർട്ട് ചെയ്യണം. സോ ഇത് നമുക്ക് ഇങ്ങോട്ട് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യാമല്ലോ. ഇതന്നെ നമ്മുടെ ബാക്ക് സൈഡിൽ നിന്ന് ചെയ്യുന്നു. എന്നിട്ട് ക്രോസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു 2 മൂവ്സ് മാത്രം എക്സ്ട്രാ ചെയ്താൽ മതി, നമുക്ക് ഒരു എക്സ് ക്രോസ് കിട്ടും. ഇതേ ടെക്നിക്കാണ് നമ്മൾ കീ ഹോൾ ടെക്നിക്കും യൂസ് ചെയ്യുന്നത്. ഏകദേശം അതുപോലെ തന്നെയാണ്. ഒരു പീസ് കറക്റ്റ് വന്നിട്ടുണ്ടാവും, അതിൻ്റെ മറ്റേ പീസും കൂടിയും വെക്കുന്നത്. അതിന് വീഡിയോ ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി നമുക്ക് അടുത്ത എക്സാമ്പിൾ നോക്കാം. സോ ഇതാണ് നമ്മുടെ അടുത്ത സ്ക്രാമ്പിൾ. ഇതും ഗ്രീൻ ഫ്രണ്ടും വൈറ്റ് ടോപ്പും വെച്ചാണ് സ്ക്രാമ്പിൾ ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് ഇവിടെയാണെങ്കിൽ ഒരു അതേപോലത്തെ ഒരു കേസ് വന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് അതിനേക്കാൾ ബെറ്റർ ആയിട്ട് ഇവിടെ ഒരു കേസ് ഉണ്ട്. ഇങ്ങനെ ഒരു ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എക്സ് ക്രോസ് ചെയ്യാൻ പറ്റും. സോ അത് നമുക്ക് നോക്കാം. ബാക്കി 3 എഡ്ജസും ഇവിടെയാണുള്ളത്. സോ നമുക്കത് ഇതിനെ മൂവ്മെൻറ്റ് ചെയ്യാതെ, അതായത് ഇത് ബ്രേക്ക് ചെയ്യാതെ തന്നെ ബാക്കി 3 പീസിനെ നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. സോ നമുക്ക് ഓരോന്നിനെ ഇൻസേർട്ട് ചെയ്യാം. ഫസ്റ്റ് റെഡിനെ ഇൻസേർട്ട് ചെയ്യുന്നു, മൂവ് ചെയ്ത് വയ്ക്കുന്നു. ദെൻ ഗ്രീനെ ഇൻസേർട്ട് ചെയ്യുന്നു, മൂവ് ചെയ്യുന്നു. ദെൻ ഓറഞ്ചിനെയും ഇൻസേർട്ട് ചെയ്യുന്നു. ദെൻ ഏറ്റവും ലാസ്റ്റ് നമ്മൾ ഈ ബ്ലൂവിനെ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു എക്സ് ക്രോസ് കിട്ടും. സോ ഇങ്ങനെ ഒരു ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ ബ്ലോക്കിനെ കേടുവരുത്താൻ പാടില്ല. ഇത് ഈസി ആയിരുന്നു, പക്ഷേ ചില കേസിൽ നമ്മൾ അതിനെ ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് വെക്കേണ്ടി വരും. ചിലപ്പോൾ ഇവിടെയുള്ള സാധനത്തിനെ നമ്മൾ ചിലപ്പോൾ ഇങ്ങോട്ട് മൂവ് ചെയ്ത് വെക്കേണ്ടി വരും. അപ്പോഴേ നമുക്ക് ആ ബാക്കി പീസ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഇത് ബ്രേക്ക് ആവാതിരിക്കാൻ പറ്റൂ. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. എന്തായാലും എക്സ് ക്രോസ് ആദ്യം ബുദ്ധിമുട്ടായിരിക്കും,
പിന്നെ നിങ്ങൾ ഓരോ എക്സാമ്പിൾസിൽ നോക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ ഈ കാര്യം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഈ ഒരു കേസ് നോക്കാം. ഇതിനെ പറ്റിയ സ്ക്രാമ്പിൾ കിട്ടിയില്ല, അതാണ്. സോ ഇവിടെ എഡ്ജാണ് നമ്മൾ കറക്റ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ക്രോസ് നോക്കാം. ഓറഞ്ച് ആൾറെഡി വന്നിട്ടുണ്ട്, ബ്ലൂ ഇവിടെ വന്നിട്ടുണ്ട്. സോ നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്നത് ആദ്യം റെഡിനെ ഇൻസേർട്ട് ചെയ്യാം. ദെൻ ഇതിനെ ഇങ്ങോട്ട് മൂവ് ചെയ്ത് വെച്ചിട്ട് ബ്ലൂവിനെയും ഗ്രീനെയും ഇൻസേർട്ട് ചെയ്തിട്ട് ക്രോസ് കംപ്ലീറ്റ് ചെയ്യാം. സോ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കറിയാം, ഈ മൂവ്മെൻറ്റ്സ് നോക്കിയിട്ട് നമുക്ക് മനസ്സിലാവും ഈ എഡ്ജ് പീസ് കറക്റ്റ് ഇവിടെ വന്നിട്ടുണ്ടാവും. അതിൻ്റെ ഡെസ്റ്റിനേഷൻ പോയിന്റിൽ തന്നെ അത് എത്തിയിട്ടുണ്ടാവും. ആ എത്തുന്ന സമയത്ത് അതിൻ്റെ കോർണർ പീസ് എവിടെ വരും നോക്കുക. കോർണർ പീസ് ഇവിടെ വരും. ഈ കോർണർ പീസ് നേരെ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ടാവും. സോ കാരണം ഇത്രയല്ലേ വരുന്നുള്ളൂ, ബാക്കി ഇതിന് ഈ സൈഡിന് വലിയ മൂവ്മെൻറ്റ്സ് വരുന്നില്ലല്ലോ, ബാക്കി റൈറ്റ് സൈഡല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എഡ്ജ് പീസ് കറക്റ്റ് ലൊക്കേഷനിൽ എത്തും. നമ്മൾ ക്രോസ് ഫുള്ള് ചെയ്ത് കഴിയുമ്പോഴും ഇതിൻ്റെ എഡ്ജ് പീസ് കറക്റ്റ് ഇവിടെ തന്നെ എത്തും, ഒരു വ്യത്യാസം വരില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ക്രോസ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ ഈ കോർണർ പീസിനെ ഇങ്ങോട്ട് ഇൻസേർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ക്രോസ് ചെയ്യുന്നതിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഡി പ്രൈം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ കോർണർ പീസിനെ ഇങ്ങോട്ട് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ആ ഡി പ്രൈം ചെയ്യുന്നതിന് മുന്നേ കോർണർ പീസിനെ ഇങ്ങോട്ട് ഇൻസേർട്ട് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് ഡി പ്രൈം ചെയ്യുമ്പോൾ ഇവിടെ ഒരു F12 പെയർ വരും. അതുകൊണ്ട് നമുക്ക് ചെയ്ത് കാണിക്കാം. സോ ഫസ്റ്റ് ചെയ്യുന്നത് ആർ ഡി ആർ പ്രൈം ദെൻ എൽ ചെയ്തു. അപ്പോൾ ഗ്രീൻ ഇൻസേർട്ടായി. എന്നിട്ട് നമ്മൾ ഈ കോർണർ പീസിനെ ഇങ്ങോട്ടാണ് ഇൻസേർട്ട് ചെയ്യുന്നത്. ലാസ്റ്റ് ഡി പ്രൈം ചെയ്യുന്നതിന് മുന്നേ കോർണർ പീസിനെ ഇങ്ങോട്ട് ഇൻസേർട്ട് ചെയ്യുന്നു. ദെൻ ആ ഡി പ്രൈം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു F12 പെയർ കറക്റ്റ് വരും. ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവാൻ ചാൻസ് ഉണ്ട്, ആ മൂവ്മെൻറ്റ്സ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഈ ഒരു പറഞ്ഞതാണ് എക്സാക്ട്ലി നമ്മുടെ കീ ഹോൾ ടെക്നിക്കിലും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഐഡിയ മനസ്സിലാവും. പിന്നെ ക്രോസും എങ്ങനെ എഫിഷ്യൻ്റായി സോൾവ് ചെയ്യാം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവണം, എന്നാൽ മാത്രമേ ഇതെല്ലാം മനസ്സിലാവുള്ളൂ. അപ്പോൾ എന്തെങ്കിലും കൺഫ്യൂഷൻ വന്ന് ഒന്ന് റിവൈൻഡ് ചെയ്ത് കണ്ടാൽ മതി. നമുക്ക് ഈ ഒരു എക്സാമ്പിൾ കൂടെ നോക്കാം. ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. സോ നമുക്ക് ആദ്യം ഇതിനെ രണ്ടിനെ ഇൻസേർട്ട് ചെയ്യാം. കാരണം ഇവിടെയാണ് നമ്മുടെ കോർണർ പീസ് കറക്റ്റ് വന്നിട്ടുള്ളത്. സോ ഇതിനെ ഇൻസേർട്ട് ചെയ്യാം. എന്നിട്ട് ഇത് നമുക്ക് ഏറ്റവും ലാസ്റ്റ് നോക്കാം, കാരണം അത് ഇതിനെ ബാധിക്കില്ല, നമ്മൾ ഈ ചെയ്യാൻ പോകുന്നതിനെ ബാധിക്കില്ല. അതുകൊണ്ട് ഏറ്റവും ലാസ്റ്റ് ചെയ്യാം. സോ ഇതിന് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എഡ്ജ് പീസ് കറക്റ്റ് ഇവിടെ ഉണ്ട്, അതിനൊരു മൂവ്മെൻറ്റും വരുന്നില്ല. എന്നിട്ട് ഇതിനെ നമ്മൾ ഇങ്ങോട്ടല്ല ഇൻസേർട്ട് ചെയ്യേണ്ടത്, എഡ്ജ് പീസിനെ. സോ അതും ചെയ്യാം, കാരണം അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് BL2 ചെയ്യാം. ഇത് ചെയ്തതിന് ശേഷം ഒന്ന് ചെയ്ത് കാണിക്കാം. എന്നിട്ട് ഈ എഡ്ജ് പീസിനെ ഇങ്ങോട്ട് ഇൻസേർട്ട് ചെയ്യാം. എന്നിട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ആ പെയർ കറക്റ്റ് വരും. എന്നിട്ട് ലാസ്റ്റ് ബാക്കി രണ്ട് വൈറ്റ് എഡ്ജിനും കൂടി സോൾവ് ചെയ്യാം. ഇത് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണ്, നിങ്ങൾക്ക് എല്ലാ മൂവ്മെൻറ്റ്സ് അത്രയും മനസ്സിലാക്കിയാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ വേറെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ എഡ്ജ് പീസിനെ നമ്മൾ ഇങ്ങോട്ട് എത്തിച്ചതിന് ശേഷം അതിന് മൂവ്മെൻ്റ് ഒന്നും വരില്ല എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ഇവിടെ നമുക്ക് ലാസ്റ്റ് വന്നിട്ടുള്ള രണ്ട് എഡ്ജ് പീസ്, അതായത് വൈറ്റ് എഡ്ജ് പീസ്, ബ്ലൂവും റെഡും, നമ്മൾ ഇത് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയും എവിടെയാണ് വരിക. അതുകൊണ്ട് തന്നെ ഇതിനൊരു മൂവ്മെൻറ്റും വരുന്നില്ല. എങ്കിൽ മാത്രമേ ഈ പറഞ്ഞിരുന്ന പോലെ ചെയ്യാനും പറ്റൂ. നമ്മൾ ചെയ്തു. ദെൻ എഡ്ജിനെ ഇൻസേർട്ട് ചെയ്യുന്നു. ദെൻ കറക്റ്റ് വയ്ക്കുന്നു. ദെൻ ബാക്കി ചെയ്തു. കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രേ ഉള്ളൂ. പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. അപ്പോൾ എക്സ്ക്രോസിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെ സിറ്റുവേഷനിലാണെന്നുള്ളത്, ഒന്നുകിൽ ആ കോർണർ പീസ് വൈറ്റ് എഡ്ജിനോട് ചേർന്ന് വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എഡ്ജ് പീസ് നമ്മൾ ക്രോസ് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് പൊസിഷനിൽ വരുമെങ്കിൽ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ബ്ലോക്ക് വരുമെങ്കിൽ. ഈ 3 കേസിലാണ് മെയിനായിട്ട് എക്സ്ക്രോസ് ചെയ്യാൻ പറ്റുക. സോ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുക. ആദ്യമൊക്കെ ബുദ്ധിമുട്ടായിരിക്കും, ബട്ട് പിന്നീട് അത് എളുപ്പമായിരിക്കും. സോ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. അപ്പോൾ നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യുക. കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക.
താങ്ക് യു.